മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരൂ, വീണ്ടും നവീകരിക്കപ്പെടൂ. ഈ നവീകരിക്കപ്പെടും എന്നുള്ള പ്രത്യാശയാണ് ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടി മധ്യാകാശത്തിൽ എഴുന്നള്ളുമ്പോ ഈ പ്രിയപ്പെട്ട മകൻ കല്ലറയുന്ന കർത്താവിനെ എതിരേൽക്കാനായി പുറപ്പെടുമെന്ന കാര്യത്തിന് 100% ഉറപ്പാണ്. അത് പ്രത്യാശയാണ്. അതാണ് എനിക്കും നിങ്ങൾക്കും ആശ്വസിക്കുവാനുള്ള മാർഗം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സന്ദർഭത്തിൽ നമുക്ക് ചിന്തിക്കുവാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഗ്രഹിക്കട്ടെ, പ്രിയപ്പെട്ട മകൻ ജനത്തിന്റെ എത്തിയിരിക്കുന്നു. എന്നാൽ ഞാനും നിങ്ങളും അല്പസമയം ചിന്തിക്കണം. ഇപ്രകാരം ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? സങ്കീർത്തനക്കാരൻ എന്ന് പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണ്. അകത്തേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് വീണ്ടും വലിക്കാൻ സാധിച്ചില്ല എങ്കിൽ ആരാധനയുടെ യാത്രകരായവരെയും തീർന്നുപോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതേ ക്ഷീണമായ പോകുന്ന നില പോലെയും പോകുന്ന